2000 വർഷങ്ങൾക്കപ്പുറം നീളുന്ന ആഗോള വാണിജ്യ ബന്ധങ്ങളുള്ള നാടാണ് കേരളം. ഈ വാണിജ്യ അടിത്തറയെ വ്യാവസായിക അടിത്തറയാക്കി മാറ്റുവാൻ കേരളത്തിന് കഴിഞ്ഞില്ല. അടിസ്ഥാന സൗകര്യങ്ങളിൽ ദശാബ്ദങ്ങളായി ഉണ്ടായ അലംഭാവമാണ് ഇതിന് കാരണം. അനുഗ്രഹീത പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സഹിഷ്ണുതയും ആഗോള ബന്ധങ്ങളും അതുവഴി സാമൂഹിക സേവന മേഖലകളിൽ നേടിയ ഉയർന്ന നേട്ടങ്ങളും നമുക്കുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ അപര്യാപ്തത മൂല്യവർദ്ധിത ഉൽപാദന മേഖലകളെ പിന്നോട്ടടിച്ചു. നാം എങ്ങോട്ട് എന്ന് പകച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് കൃത്യമായ സാമൂഹ്യ സാമ്പത്തിക പദ്ധതികളുമായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും മുടങ്ങിക്കിടക്കുന്നതും ഇഴഞ്ഞു നീങ്ങുന്നതുമായ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ടു പോവാതെ വികസനം സാധ്യമാവില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ നവകേരള നിർമ്മാണ കർമ്മ പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടു. തൊണ്ണൂറ്റിയാറിൽ ചർച്ച തുടങ്ങിയതാണ് 3263 കോടിയുടെ കൊച്ചി മാംഗ്ലൂർ പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി. 2012 അനുമതി കിട്ടി. വ്യവസായങ്ങൾക്കാവശ്യമായ കുറഞ്ഞ ചെലവിലുള്ള ഇന്ധനവും പാചകവാതകവും കേരളത്തിന്റെ ഒട്ടുമുക്കാൽ പ്രദേശങ്ങളിലും എത്തിക്കുവാനുള്ള ഈ പദ്ധതി ഭൂമി ഏറ്റെടുക്കൽ തൊട്ടുള്ള തർക്കങ്ങളിൽ കുടുങ്ങി. അതിനെ പുനരുജ്ജീവിപ്പിച്ച് 410 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. മുടങ്ങിക്കിടന്ന മറ്റൊരു പദ്ധതിയാണ് ഇടമൺ കൊച്ചി പവർ ഹൈവേ. കാലതാമസം മൂലം പദ്ധതി ഉപേക്ഷിക്കുവാൻ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആലോചിച്ചതാണ്. 800 മെഗാവാട്ടിന്റെ ഈ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ കൂടംകുളം നിലയത്തിൽ നിന്ന് 266 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിന് കിട്ടുമെന്നതാണ് ആകർഷണീയത. ഭൂമി കേസുകൾ കോടതിക്ക് പുറത്ത് തീർപ്പാക്കിയും നഷ്ടപരിഹാര തുക 5 മടങ്ങ് വർദ്ധിപ്പിച്ചും വൈദ്യുതി ടവറുകളുടെ ഉയരം കൂട്ടിയും പരാതികൾ തീർപ്പാക്കി. പുനരധിവാസ പാക്കേജായി മാത്രം 256 കോടി രൂപ നീക്കിവെച്ചു. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച ഇടമൺ കൊച്ചി ലൈൻ 2019 നവംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയുടെ നിർമ്മാണവും വീതി കൂട്ടലും ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. സ്ഥലമേറ്റെടുക്കലിനോ നഷ്ടപരിഹാര വിതരണത്തിനോ മുൻ സർക്കാരിന്റെ കാലത്ത് കാര്യമായ മുന്നേറ്റമുണ്ടായില്ല. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വേണമെന്ന് സർവകക്ഷി യോഗത്തിൽ ധാരണയുണ്ടായിട്ടും 30 മീറ്റർ മതിയെന്ന വാദത്തിനു മുന്നിൽ എല്ലാം മുടങ്ങി. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ കഥ മാറി. കേന്ദ്രമന്ത്രിയെ മുഖ്യമന്ത്രി തന്നെ ഈ പദ്ധതിക്കായി 6 തവണ നേരിട്ട് കണ്ടു. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഭൂമി വിലയുടെ 25% സംസ്ഥാനം നൽകാമെന്നേറ്റു. One thing which I always recognize about the Chief Minister and his government, when he taken a charge, particularly in the land acquisition by special initiative, he resolved the issue and I am very much thankful for him. Already your performance is very good as compared with the previous government. Your own initiative and positive approach is really helpful, and because of that we are now starting all this project because of your cooperation from your side and from the government side. തലപ്പാടി മുതൽ കഴക്കൂട്ടം വരെ 541.81 കിലോമീറ്റർ 6 വരി പാതയായി 45 മീറ്ററിൽ പൂർത്തിയാകുകയാണ്. കഴക്കൂട്ടം മുക്കോല പണി പൂർത്തിയായി. തലശ്ശേരി മാഹി ബൈപ്പാസും നീലേശ്വരം പള്ളിക്കൽ റെയിൽവേ മേൽപ്പാലവും പുരോഗമിക്കുന്നു. തലപ്പാടി മുതൽ ചെങ്കള വരെയും ചെങ്കള മുതൽ നീലേശ്വരം വരെയും നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയും തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെയും ധനകാര്യ സമിതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. തൊണ്ടയാട് രാമനാട്ടുകര മേൽപ്പാലം പൂർത്തിയായി. കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലവേറ്റഡ് ഹൈവേ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. 2 വരിയുള്ള ദക്ഷിണേന്ത്യയിലെ ആദ്യ ദേശീയ ജലപാതയും കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു. കോവളം മുതൽ ബേക്കൽ വരെ 610 കിലോമീറ്റർ ജലപാതയ്ക്ക് 2300 കോടി രൂപയാണ് ചിലവ്. ജലപാതയുടെ ഓരങ്ങളിലായി നിരവധി പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉയർന്നു വരികയാണ്.
സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായ കണ്ണൂർ വിമാനത്താവളം സജ്ജമായി കഴിഞ്ഞു. 2018 ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവളം 4 വർഷത്തിനുള്ളിൽ പ്രവർത്തന ലാഭം നേടും. 3050 മീറ്ററായി കഴിഞ്ഞ കാലത്ത് നീളം കുറച്ച റൺവേ 4000 മീറ്ററാക്കി നീളം കൂട്ടുകയാണ് അടുത്ത ലക്ഷ്യം. ഇതിനായി 2000 കോടി രൂപയാണ് ചെലവിടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മറ്റൊരു കുതിച്ചുചാട്ടമാണ് കെ-റെയിൽ. ഈ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 530 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് പിന്നിടാം. 11 ജില്ലകളിൽ കൂടി കടന്നുപോകും. സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് നൽകുവാനുള്ള കെ-ഫോൺ പദ്ധതി ഉടനെ കമ്മീഷൻ ചെയ്യുകയാണ്. 1500 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പാവപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങളുടെ പഠന തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്ത് പകരുകയും ചെയ്യുന്ന ഇത്തരമൊരു പദ്ധതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും നടപ്പിലാക്കിയിട്ടില്ല. കളമശ്ശേരിയിലെ ടെക്നോളജി ഇന്നൊവേഷൻ സോണിൽ രാജ്യത്തെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററായ ഇന്റഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് കോംപ്ലക്സും ഇലക്ട്രോണിക് ഇൻക്യുബേറ്ററായി പുതിയ മേക്കർ വില്ലേജും വന്നു. സ്റ്റോക്ക്ഹോം ആസ്ഥാനമായ UBI ഗ്ലോബൽ നടത്തിയ പഠനത്തിൽ പബ്ലിക് ബിസിനസ് ആക്സിലറേറ്ററിനുള്ള 1ാം സ്ഥാനം കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ് നേടിയത്. 30 പേറ്റന്റുകൾക്കാണ് അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 3500 കോടി രൂപയുടെ മലയോര ഹൈവേയുടെ 21 റീച്ചുകളുടെ നിർമ്മാണം തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ റീച്ചുകൾ ഉടൻ പൂർത്തിയാകും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അന്തർദേശീയ നിലവാരത്തിൽ സൈക്കിൾ പാതയോട് കൂടിയ വിശാല പാത നിർമ്മാണമാണ് തീരദേശ ഹൈവേ പദ്ധതി. 655.6 കിലോമീറ്റർ പാതയ്ക്ക് 6500 കോടി രൂപയാണ് ചിലവ്. വിനോദസഞ്ചാര മേഖലയിലും ഇത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കും. പ്രാദേശിക റോഡ് നിർമ്മാണത്തിന് മാത്രം ചിലവഴിച്ചത് 1000 കോടി രൂപയാണ്. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള കൊച്ചി മെട്രോ 2017 ജൂണിലാണ് കമ്മീഷൻ ചെയ്തത്. ഇപ്പോൾ പേട്ട വരെയുള്ള ഭാഗം പൂർത്തിയായി കഴിഞ്ഞു. തൃപ്പൂണിത്തുറ വരെ മെട്രോ നീട്ടുന്നതിന് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. നമ്മുടെ നാടിന് ആഘാതമുണ്ടായത് പല വഴിക്കാണ്. സമാനതകളില്ലാത്ത 2 പ്രളയ ദുരന്തങ്ങൾക്ക് പുറമെ നോട്ട് നിരോധനം കൊണ്ട് രാജ്യത്താകെയുണ്ടായ സാമ്പത്തിക തകർച്ച, GST അശാസ്ത്രീയമായി നടപ്പിലാക്കിയതിലൂടെ ഉണ്ടായ വരുമാന ചോർച്ച, കോവിഡ് ബാക്കിവച്ച സാമ്പത്തിക മാന്ദ്യം, ഇങ്ങനെ പലതും. പക്ഷെ കേരളം നിസ്സഹായാവസ്ഥയിൽ മിഴിച്ചു നിന്നില്ല. ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തി കിഫ്ബി എന്ന അസാധാരണ ബദലുമായി മുന്നോട്ടുപോയി. വികസന മേഖലയിലെ പദ്ധതികൾക്കാകെയുള്ള ധനസമാഹരണം കിഫ്ബിയിലൂടെ സാധ്യമാവുകയാണ്. വിവിധ വകുപ്പുകളിലായി 56,394 കോടി രൂപയുടെ 730 പദ്ധതികൾക്ക് ഇതിനോടകം കിഫ്ബി അംഗീകാരം നൽകി. പ്രഖ്യാപിത ലക്ഷ്യത്തിലും വളരെ കൂടുതലാണിത്. 18,240 കോടി രൂപയുടെ 396 പ്രവൃത്തികൾ ടെൻഡർ നടപടികളിലേക്ക് കടന്നു. അസാധാരണമായ പ്രതിസന്ധികൾക്ക് നടുവിലും സാമൂഹ്യ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറായില്ല. പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ 35 ലക്ഷം പേർക്ക് പ്രതിമാസം 600 രൂപ നിരക്കിലായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ. അതിന്ന് പ്രതിമാസം 1400 രൂപയിലേക്ക് എത്തിച്ചു. ഗുണഭോക്താക്കളുടെ എണ്ണം 54 ലക്ഷമായി ഉയർന്നു. പെൻഷൻ വിതരണത്തിന് പ്രതിമാസ സംവിധാനമുണ്ടാക്കി. 28,886 കോടി രൂപയാണ് ഇതുവരെ പെൻഷനായി ഈ സർക്കാർ വിതരണം ചെയ്തത്. വന്ന ഉടനെ ആ ബാക്കിയുണ്ടായിരുന്ന പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തല്ലോ. അപ്പോൾ ആ ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വളരെ പ്രായമുള്ളവരും അവശരോഗിയാണല്ലോ, അവര് ആ പെൻഷൻ തുക കയ്യിൽ കിട്ടിയപ്പോൾ ഈ നോട്ടിങ്ങനെ കയ്യിൽ പിടിച്ച് എണ്ണിക്കൊണ്ട് ആ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ളൊരു ചിരിയുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും അത് ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അത് കണ്ടപ്പോൾ മനം കുളിർക്കാത്ത ഒരാളുമില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്. ഇപ്പോഴത്തെ മന്ത്രിസഭ വന്നപ്പോൾ നിങ്ങളെല്ലാവരും പൈസ മാറ്റോളാൻ പറഞ്ഞിട്ടുണ്ട്. കയറിയ പോഴ്സിൽ എത്ര ബില്ലിങ് നടന്നു അത്രയും തീർത്ത് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അത് പ്രതിമാസം നിങ്ങൾ ആഹാരം മാറ്റി കഴിക്കും. അപ്പം അതുപോലെ കിറ്റ്, ദാരിദ്ര്യമില്ല, അരി, റേഷൻ
റേഷനും കിറ്റുമൊക്കെ ഇഷ്ടം പോലെ അതിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞതില്ല. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമുക്കിപ്പം വന്നു. അതൊരു സന്തോഷമാണ്. ഇത്തരം ഇടപെടലിന്റെ മറ്റൊരു സാക്ഷ്യമാണ് കോവിഡ് കാലത്ത് 88 ലക്ഷം കുടുംബങ്ങളിലേക്കെത്തിയ സൗജന്യ റേഷൻ. നിപ്പ, കോവിഡ് തുടങ്ങിയ മഹാമാരികൾക്ക് മുന്നിൽ ലോകം പകച്ചുപോയ കാലത്ത് കേരളം മാതൃക കാട്ടി. വൈറസ് വ്യാപനത്തെ ശാസ്ത്രീയമായി നേരിടാൻ നമുക്കായി. ലോക നിലവാരത്തിലുള്ള ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞു. സർക്കാർ ആശുപത്രികളിലെ കോവിഡ് ചികിത്സ പൂർണ്ണമായും സൗജന്യമായിരുന്നു. 12 ദിവസം ഞാനവിടെ കിടന്നു. 12 ദിവസവും കിടന്ന് അവർ പൊന്നുപോലെ ഞാൻ നോക്കി. ഈ കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം ബലുവിൻ്റെ അസുഖമുള്ള, അതെല്ലാം ഞാൻ തരണം ചെയ്താണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ലോഡിങ്ങിന് കൂടിയിരിക്കുകയാണ്. 2302 കോടി രൂപ ചിലവിട്ട് കിഫ്ബി വഴി ആശുപത്രി വികസനം, സർവ്വസജ്ജീകരണങ്ങളുമുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക് തലത്തിൽ 44 ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലൂടെ പൊതു ആരോഗ്യരംഗം ശക്തിപ്പെടുത്തിയ സർക്കാരിനും ആരോഗ്യവകുപ്പിനും ആഗോള അംഗീകാരങ്ങൾ തന്നെ ലഭിച്ചു. ആരോഗ്യരംഗത്തെ സമഗ്ര വികസനവുമായി ആർദ്രം പദ്ധതിയിലൂടെ അങ്ങനെ സംസ്ഥാനം മുന്നോട്ടു പോവുകയാണ്. കേരളത്തിലെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെട്ടു കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 170ഉം രണ്ടാം ഘട്ടത്തിൽ 503 കേന്ദ്രങ്ങൾ ഇങ്ങനെ ഉയർത്തപ്പെട്ടു. ഇതിൽ 461 കേന്ദ്രങ്ങൾ പ്രവർത്തനമാരംഭിച്ചു കഴിഞ്ഞു. കോവിഡ് കാലത്ത് സജീവമായ കമ്മ്യൂണിറ്റി കിച്ചനും സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണവും ലോകത്തിന് തന്നെ മാതൃകയായ മറ്റൊരു മുതൽക്കൂട്ടാണ്. 13 ഇന അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ലെന്ന വാക്ക് സർക്കാർ പാലിച്ചു. സർക്കാർ അധികാരമേറ്റ് നാളിതുവരെയും ഈ സാധനങ്ങൾക്ക് സപ്ലൈകോ മാർക്കറ്റുകളിൽ പഴയ അതേ വില തന്നെയാണ്. സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അസാമാന്യ മികവാണ് കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് കൈവരിച്ചത്. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. 25,000-ൽ പരം ഡിജിറ്റൽ സാമഗ്രികളും നൽകി. 5 ലക്ഷം കുട്ടികൾ വർദ്ധിച്ചു. വേനലവധിക്ക് മുമ്പേ തന്നെ പാഠപുസ്തകങ്ങൾ നൽകാൻ കഴിഞ്ഞു. ഫസ്റ്റ് ബെൽ ഓൺലൈൻ അധ്യയന പരിപാടി ഒരു നവീന അനുഭവമായി. വിദ്യാശ്രീ പദ്ധതി പ്രകാരം 5 ലക്ഷം കുട്ടികൾക്ക് 100 ദിവസത്തിനുള്ളിൽ ലാപ്ടോപ്പ് നൽകുകയാണ്. രാജ്യത്തിന്റെ ആകെ തന്നെയും സമഗ്ര ആധുനിക വിദ്യാഭ്യാസത്തിന് കരുത്തു പകരാൻ പോകുന്നതാണ് ഇപ്പോൾ ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വേണമെന്ന ആശയം ചർച്ച ചെയ്തപ്പോൾ ഇത്തരമൊരു യൂണിവേഴ്സിറ്റിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയമാണ് വേണ്ടത് എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിലേറിയതോടെ അശരണരായി കഴിഞ്ഞ 10,000-ങ്ങൾക്ക് സ്വന്തമായി കൂരയെന്നത് ലൈഫ് പദ്ധതിയിലൂടെ സാധ്യമായി. 4 വർഷം കൊണ്ട് 2,24,286 കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചു. പദ്ധതിയുടെ 3ാം ഘട്ടമായി 1,25,593 വീടുകളുടെ നിർമ്മാണം നടക്കുകയാണ്. 100 ദിനത്തിൽ 400,000 വീടുകൾ എന്ന ലക്ഷ്യവും ഉടൻ പൂർത്തിയാകും. പ്രളയകാലത്തെ കേരളത്തിന്റെ രക്ഷാസൈന്യമായി മാറിയ കടലിന്റെ മക്കൾക്ക് ഈ സർക്കാർ സമ്മാനിച്ചത് 6,224 വീടുകളാണ്. കൂടാതെ 1,798 കുടുംബങ്ങൾക്ക് ഭൂമി നൽകി. മുട്ടത്തറയിൽ പണിത ഫ്ളാറ്റുകൾ ദേശീയ ശ്രദ്ധ നേടി. 7ഇടത്തുകൂടി ഇത്തരം ഫ്ളാറ്റുകൾ ഉയരുകയാണ്. കടൽ തീരത്ത് നിന്ന് 50 മീറ്ററിനുള്ളിൽ താമസിക്കുന്നവർക്ക് 200 മീറ്ററിന് പുറത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള 2,450 കോടിയുടെ പുനർഗേഹം പദ്ധതിയിലൂടെ ഈ മേഖലയിലെ പാർപ്പിട പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരവുമാവും. ഭയങ്കരമായ ഒരു കഷ്ടത്തിലായിരുന്നു. ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ചെറിയ ചിറ്റക്കൂടിലായിരുന്നു. ഒരു മഴയും വെയിലും കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു. കൊച്ചു കുട്ടികളായിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴുണ്ടായ ഒരു കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട് ഇരുന്നപാടെ ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് പറഞ്ഞ് നിങ്ങൾ സ്കൂളിലോട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുറേ നാൾ അവിടെ കിടന്നതിന് ശേഷം LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വന്ന ഉടനെ തന്നെ മേഴ്സിക്കുട്ടിയമ്മ അവിടെ വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീട് വെച്ച് തരും. ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വീട് വെച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടതിന്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വെച്ച് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മഴയും വെയിലും കൊള്ളാതെ ഞങ്ങളിന്ന് സന്തോഷമായിട്ട് കിടക്കുന്നു.
അതിൽ ഗവൺമെൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസ് 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി. പ്രത്യേക ഹാർബർ മാനേജ്മെന്റ് സമിതികൾ രൂപീകരിച്ചു. എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും റേഷൻ കാർഡിന് നടപടിയെടുത്തു. സ്വാശ്രയ കോളേജിൽ പഠിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ പഠനച്ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിച്ചു. ഈ സർക്കാർ 1.5 ലക്ഷത്തിലധികം പേർക്ക് പട്ടയം നൽകി. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങൾക്ക് വിരാമമിട്ടു. കയർ, കൈത്തറി, കശുവണ്ടി മേഖലകളിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ നടപടിയെടുത്തു. കൈത്തറി, സ്കൂൾ യൂണിഫോം പോലെയുള്ള ആശയങ്ങളിലൂടെ തൊഴിലും വരുമാനവും ഉറപ്പാക്കി. കയർ മേഖലയിൽ സമഗ്രമായ 2ാം പുനഃസംഘടനയിലൂടെ തൊഴിൽ നഷ്ടമില്ലാതെ യന്ത്രവൽകൃത ആധുനീകരണവും ഉൽപാദന സംഭരണ വർധനവുമുണ്ടായി. കാഷ്യൂ കോർപ്പറേഷന്റെ അടഞ്ഞുകിടന്ന 40 ഫാക്ടറികൾ തുറന്നു. സ്വകാര്യ കമ്പനികൾക്ക് തുറന്ന് പ്രവർത്തിക്കാനും ഏറെ തൊഴിലവസരങ്ങളുണ്ടാക്കാനും ക്രിയാത്മക പദ്ധതികളുണ്ടായി. 19 പട്ടികജാതിക്കാരെയും 133 പിന്നോക്കക്കാരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ശാന്തിക്കാരാക്കി വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കി. ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകാനും നടപടികളെടുത്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് സർക്കാർ ജോലികളിൽ പൊതുവിഭാഗത്തിൽ 10% സംവരണം ഏർപ്പെടുത്തി വിജ്ഞാപനമിറക്കിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ഇത് നടപ്പിലാക്കുന്നത് ഈ സർക്കാരാണ്. PSC വഴി 1,41,615 പേർക്ക് സർക്കാർ നിയമന ശുപാർശ നൽകി. 20,000-ലേറെ പുതിയ തസ്തികകളാണ് ഈ സർക്കാർ സൃഷ്ടിച്ചത്. ഭരണനിർവഹണത്തിന്റെ 2ാം തട്ടിലേക്ക് വാതിൽ തുറന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS യാഥാർത്ഥ്യമാക്കി. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിനും PSC മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുമായി വരം എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. പട്ടികജാതി കടാശ്വാസ പദ്ധതിയിൽ 83 കോടി രൂപയുടെ കടം സർക്കാർ എഴുതിത്തള്ളി. ഇവർക്ക് ചികിത്സാ ധനസഹായം അതിവേഗം നൽകാനായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി. കുടുംബത്തിലെ വരുമാനദാതാവിന്റെ മരണാനന്തര ധനസഹായം 2 ലക്ഷം രൂപയാക്കി. പിന്നോക്ക സമുദായങ്ങളിലുള്ള കുട്ടികളെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പട്ടികജാതി വകുപ്പിന്റെ പഠനമുറികൾ. 12,250 പഠനമുറികളാണ് പണിതീർത്ത് സമ്മാനിച്ചത്. ഒരു കുടുംബത്തിന് 2 ലക്ഷം രൂപയാണ് പഠനമുറി പദ്ധതിയിലൂടെ ലഭിക്കുക. പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി 250 സാമൂഹ്യ പഠനമുറികളും പദ്ധതിയിലുണ്ട്. 204 സ്വയം പര്യാപ്ത ഗ്രാമങ്ങളിൽ 142 എണ്ണം പൂർത്തിയാക്കി. അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ 226 കോളനികൾക്ക് അനുമതി നൽകി. 21 എണ്ണം പൂർത്തീകരിച്ചു. കേരള ട്രൈബൽ പ്ലസ് പദ്ധതിയിലൂടെ 23,096 കുടുംബങ്ങൾക്ക് 100 വീതം അധിക തൊഴിൽ ദിനങ്ങൾ നൽകി. കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്കിന് ഈ സർക്കാർ തുടക്കമിട്ടു. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബാങ്കിംഗ് സ്ഥാപനമാകും. രാജ്യത്തെ തന്നെ സഹകരണ മേഖലയിലെ പുതിയ കാൽവയ്പ് കൂടിയാണിത്. ആധുനികമായ ബാങ്കിംഗ് സൗകര്യങ്ങളാകെ കേരള ബാങ്കിന്റെ ഭാഗമായി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അനന്തമായ സാധ്യതയിലേക്ക് ഈ ബാങ്ക് ഉയരും എന്നത് ഉറപ്പാണ്. ആ പ്രതീക്ഷയോടെ കേരള ബാങ്കിന്റെ രൂപീകരണത്തിന്റെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനം. വിഭവസമൃദ്ധമായ കേരളത്തെ നിലനിർത്താനും നഷ്ടപ്പെട്ടവയെ വീണ്ടെടുക്കാനുമുള്ള ദീർഘവീക്ഷണ ദൌത്യമാണ് ഹരിത കേരള മിഷൻ. മരണാസന്നമായ നദികളെ വീണ്ടെടുത്ത് ജലസംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനും പുതിയ മാനങ്ങൾ നൽകി. 6.5 ലക്ഷത്തോളം മെട്രിക് ടൺ മാത്രമായിരുന്ന പച്ചക്കറി ഉൽപാദനം ഇന്ന് 15 ലക്ഷം മെട്രിക് ടണ്ണിലധികമാണ്. അരി ഉൽപാദനത്തിലുമുണ്ട് 6 ലക്ഷത്തിലധികം ടണ്ണിന്റെ വളർച്ച. നെൽ കർഷകർക്ക് റോയൽറ്റി എന്ന തികച്ചും വേറിട്ട ആശയത്തിനായി മാറ്റിവെച്ചത് 43 കോടി രൂപയാണ്. നാളികേര കർഷകർക്കുമുണ്ട് പ്രത്യേക കരുതൽ പദ്ധതികൾ. പാരമ്പര്യ കൃഷികളെയും നെൽ കർഷകരെയും സംരക്ഷിക്കാൻ ആസൂത്രിത നടപടികളാണ് ഉണ്ടായത്. ആനുകൂല്യങ്ങൾ കർഷകർക്ക് നേരിട്ടെത്തിക്കാൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി. തരിശുഭൂമി നെൽകൃഷിയും കരനെൽ കൃഷിയും പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക പദ്ധതികളുണ്ടായി. കൂലിയും ചിലവും താങ്ങാനാവാത്ത വിധം വർദ്ധിച്ച കാലത്താണ് സർക്കാർ കർഷകന് കൈത്താങ്ങായത്. പാലുൽപാദനത്തിലെ ക്രമാനുഗതമായ വളർച്ചയിലൂടെ സംസ്ഥാന ഉപഭോഗത്തിന്റെ 85% നേടിക്കഴിഞ്ഞു. താമസിയാതെ
ക്ഷീര സ്വയം പര്യാപ്ത സംസ്ഥാനമെന്ന നേട്ടത്തിലെത്തും. മാലിന്യ സംസ്കരണ പദ്ധതികൾ പുതിയ തലത്തിലേക്ക് ഉയർന്ന കാലമാണിത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പോലെയുള്ള പുത്തൻ ആശയങ്ങൾ നടപ്പിലാക്കി. സംസ്ഥാനത്ത് ആദ്യമായി ഒരു വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിക്കപ്പെട്ടു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ പുതിയ വകുപ്പ്. സ്ത്രീ യാത്രികർക്ക് സുരക്ഷിതമായ വാസസ്ഥാനമൊരുക്കാൻ ഷീ ലോഡ്ജ് പദ്ധതിക്ക് തുടക്കമിട്ടു. തലസ്ഥാനത്തുൾപ്പെടെ പൂർണ്ണ പ്രവർത്തനത്തിലുള്ള 7 ഷീ ലോഡ്ജുകൾ സംസ്ഥാനത്തുണ്ട്. 16 ഷീ ലോഡ്ജുകൾ കൂടി ഉടൻ പ്രവർത്തനം ആരംഭിക്കും. വനിതാ പോലീസുകാർ മാത്രം ഉൾപ്പെടുന്ന പിങ്ക് പട്രോൾ ടീമും ഇതിനായി 14 ജില്ലകളിലും കൺട്രോൾ റൂമുകളും തുറന്നു. പോലീസ് സ്റ്റേഷനുകളിലെ സ്ത്രീ പ്രാതിനിധ്യം 25% ഉയർത്തുകയാണ്. സർക്കാർ സേവനം സുതാര്യവും സുഗമവും അഴിമതിരഹിതവുമാക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഡിജിറ്റലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റുകളും സേവനങ്ങളും പണമടയ്ക്കലും ഓൺലൈനാക്കി. ഇതോടെ വില്ലേജ് സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. ടൂറിസം രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വർഷങ്ങളാണ് കടന്നുപോയത്. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ മികച്ച വളർച്ചാ നിരക്കാണ് കേരള ടൂറിസം രംഗത്തുണ്ടായത്. 1,96,00,000 ടൂറിസ്റ്റുകൾ 2019 കേരളം സന്ദർശിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമുണ്ടാക്കിയ കെടുതികൾ അതിജീവിച്ചാണ് കേരള ടൂറിസത്തിന്റെ ഈ അഭിമാന നേട്ടം. കോവിഡ് കാലത്ത് കേരളത്തിൽ കുടുങ്ങിപ്പോയ വിദേശികൾക്ക് കരുതലും ചികിത്സയും നൽകാനും സുരക്ഷിതമായി അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടക്കി അയക്കാനും സംസ്ഥാന ടൂറിസം വകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര പ്രശംസ നേടി. ഉത്തരവാദിത്ത ടൂറിസം മിഷനിലൂടെ 3 വർഷം കൊണ്ട് 1,00,000 പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ ലഭിച്ചു. 18,000 യൂണിറ്റുകളിലൂടെ 32 കോടി രൂപയുടെ വരുമാനം മിഷൻ വഴി തദ്ദേശവാസികൾക്ക് ലഭിച്ചു. മിഷന്റെ യൂണിറ്റുകളിൽ 83% സ്ത്രീകൾ നയിക്കുന്നവയാണ്. 8 പ്രമുഖ അന്തർദേശീയ ദേശീയ അവാർഡുകൾ 3 കൊല്ലത്തിനിടയിൽ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ നേടി. കോവിഡ്-19 കെടുതികളുടെ പശ്ചാത്തലത്തിൽ ടൂറിസം സംരംഭകർക്ക് 25 ലക്ഷം രൂപയുടെ ചെറുകിട വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ 3 ലക്ഷം രൂപയുടെയും ചെറുകിട വായ്പാ പദ്ധതികൾ ഒരുക്കി. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും വിദേശത്തുമായി പ്രവാസി ജീവിതം നയിക്കുന്ന കേരളീയരുടെ പൊതുവേദി എന്ന നിലയിൽ ലോക കേരള സഭ ഈ സർക്കാർ രൂപീകരിച്ചു. സഭയുടെ 2 സമ്മേളനങ്ങൾ നടത്തിക്കഴിഞ്ഞു. പ്രവാസി ഇൻഷുറൻസ് തുക ഇരട്ടിയാക്കാൻ സർക്കാരിനായി. 2350 നഴ്സുമാർക്ക് സർക്കാർ മുൻകൈയിൽ വിദേശത്ത് ജോലി സാധ്യമാക്കി. പൊതുമാപ്പ് ലഭിച്ചവരെ സൗജന്യമായി നാട്ടിലെത്തിക്കാനും കഴിഞ്ഞു. പ്രവാസി സഹോദരങ്ങളുടെ സുരക്ഷയിലും മടങ്ങിവരവിലും സാധ്യമായ എല്ലാ ഇടപെടലുകളും സർക്കാർ ചെയ്തു. സാങ്കേതിക ആധുനീകരണവും ജനകീയവൽക്കരണവും അടങ്ങുന്ന സമഗ്ര പരിഷ്കാരങ്ങളിലൂടെ കേരള പോലീസിന് പുതിയ മുഖം നൽകി. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് മുൻകാലങ്ങളെക്കാൾ വളരെ കുറഞ്ഞ അവസ്ഥയിലാണ്. വ്യവസായ വളർച്ചയിൽ മുന്നിലാണ് കേരളം ഇപ്പോൾ. നീതി ആയോഗ് റിപ്പോർട്ടിൽ മികച്ച വ്യവസായ അന്തരീക്ഷമുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറി. IT മേഖലയിൽ ലോകോത്തര കമ്പനികളെത്തി. കൊച്ചി കോയമ്പത്തൂർ വ്യവസായ ഇടനാഴിക്കും അംഗീകാരം ലഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകൾ വാഗ്ദാനമായി മാത്രം അവശേഷിച്ചിരുന്നിടത്തു നിന്ന് ഫലപ്രദമായ പദ്ധതി നിർവഹണവും പ്രവർത്തന പുരോഗതി കാട്ടുന്ന പ്രതിവർഷ പ്രോഗ്രസ് കാർഡ് പ്രകാശനവും നടന്നു. അങ്ങനെ ജനങ്ങളും സർക്കാരും രണ്ടല്ല, അത് ക്രിയാത്മകമായ കൊടുക്കൽ വാങ്ങലിലൂടെ നമ്മൾ എന്ന ഉന്നതമായ ജനാധിപത്യ യാഥാർത്ഥ്യമാവുന്നു എന്ന് കാട്ടിക്കൊടുത്തു പിണറായി വിജയൻ സർക്കാർ. ഭരണമികവിന്റെ നേട്ടങ്ങളായി കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിധം ഒട്ടേറെ നേട്ടങ്ങളും പുരസ്കാരങ്ങളും സംസ്ഥാനത്തെ തേടിയെത്തി. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗം ചേർന്ന് തയ്യാറാക്കിയ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളം ഒന്നാമതായി. ഇന്ത്യ ടുഡേയുടെ സർവേയിൽ മികച്ച സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്ത് മികച്ച ഭരണമുള്ള സംസ്ഥാനമായി കേരളം. തുടർച്ചയായ 3-ാം വർഷമാണ് ഈ അംഗീകാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനമായി കേരളം. നിപ്പ വൈറസിനെ ഫലപ്രദമായി നേരിട്ട കേരളം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു. വേൾഡ് മെഡിക്കൽ ജേണലിന്റെ മികച്ച ആരോഗ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം കേരളത്തിന് ലഭിച്ചു.
പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ കേരളം ഒന്നാമതെത്തി. സിയാലിന് UN-ന്റെ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. ടെക്നോ പാർക്കിന് ക്രിസിൽ A റേറ്റിംഗ് ലഭിച്ചു. ആധുനിക കേരളത്തിനായുള്ള ഈ മുന്നേറ്റത്തിൽ സർക്കാരിനൊപ്പം കേരള സമൂഹവും കൈകോർക്കുകയാണ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സർവതല സ്പർശിയും സമഗ്രവുമായ വികസനം ജനങ്ങൾക്ക് പകരുന്ന നവകേരള സൃഷ്ടിയാണ് സർക്കാർ ലക്ഷ്യം. നിരാശാബോധത്തിലകപ്പെട്ട സാമൂഹിക അന്തരീക്ഷം മാറ്റി കോവിഡാനന്തര കാലത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള കഠിന പ്രയത്നത്തിന്റെ പൂർത്തീകരണമാണ് മുന്നോട്ടുള്ള ലക്ഷ്യം. ആധുനിക കേരളത്തിനായുള്ള ഈ മുന്നേറ്റത്തിൽ സർക്കാരിനൊപ്പം കേരള സമൂഹവും കൈകോർക്കുകയാണ്. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും.